യാതൊരു മര്യാദയും യാതൊരു നീതീകരണം ഇവരിൽ നിന്ന് കിട്ടുകയില്ല. ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞു അട്ടിമറിക്കുന്ന ആണ് ഇലക്ട്രിസിറ്റി ബോർഡ്. സാധാരണക്കാർ തന്നെയാണ് ഇത് അല്ലാതെ അലട്ടുള്ളൂ. ഞങ്ങളെ പോലുള്ള കച്ചവടക്കാരെയും അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം കറണ്ട് ബില്ല് കൂടാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇതെല്ലാം കൈകാര്യം ചെയ്ത് പോകണ്ടേ. അപ്പം എന്തെങ്കിലും ചെറുതായിട്ട് വർദ്ധിപ്പിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ വളരെ പാവങ്ങളെ കഷ്ടപ്പെടുന്നവരെ വെച്ച് നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടൊരു വശത്തുണ്ട്. സാറ് കാശിന് വൈദ്യുതി വരെ നേതാക്കന്മാർ വിൽക്കണത്. നിത്യോപയോഗ സാധനങ്ങൾക്ക് അനുദിനം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഇന്നലെ ഇരുട്ടടി എന്ന പോലെ ഇലക്ട്രിസിറ്റി ചാർജിന് യൂണിറ്റിന് 16 പൈസ വെച്ച് കൂടിയത്. ഇതിനെക്കുറിച്ച് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഞങ്ങളെ സംബന്ധിച്ചോളം കറണ്ട് ബില്ല് കൂടാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതനുസരിച്ച് ഞങ്ങളെ ചെല്ലുന്ന ജോലിക്കാർക്കുള്ള ശമ്പളം ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ കറണ്ടിൻ്റെ കാശ് കൂടുന്നതനുസരിച്ച് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാലാകാലങ്ങളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ താരിഫ് ബേസാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു താരിഫേ ഉള്ളൂ. യൂണിറ്റിന് 2.75 പറഞ്ഞാൽ ഫുൾ യൂണിറ്റ് അത് തന്നെ കൊടുത്താൽ മതി. നമ്മുടെ ഇവിടെ 200 യൂണിറ്റ്, അത് കഴിഞ്ഞാൽ അടുത്ത താരിഫ് 300 യൂണിറ്റിന് വേറെ പൈസ. ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് ഇതിന് ഒറ്റ യൂണിറ്റ് പൈസ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഒരു പരിധി വരെ ഗുണമായിരിക്കുന്നതാണ് എൻ്റെയൊക്കെ കാഴ്ചപ്പാട്. ഈ താരിഫ് സിസ്റ്റം മാറ്റണം. ചൂഷണം തന്നെയാണ്, അതിനകത്തൊരു സംശയമില്ലാത്ത കേസാണ്. എന്നുവെച്ചാൽ വിലക്കയറ്റമുള്ള ഏറ്റവും വലിയ സാധാരണക്കാരനെ നെഞ്ചൊടിക്കുന്ന ഒരു പ്രശ്നമാണ്. അവൻ്റെ എന്ത് ജോലി ചെയ്താലും ഒന്നും വൈകുന്നേരം നീക്കിരിപ്പുണ്ടാവില്ല. എല്ലാം പലർക്കും പച്ചക്കറിയൊക്കെ മേടിച്ച് അവൻ്റെ ജീവിതം തീരും. അതൊന്നും ബാലൻസ് ഉണ്ടാവില്ല. എല്ലാം ഇതാണ്. കറണ്ട് ആവശ്യം, വാട്ടർ കണക്ഷൻ്റെ എല്ലാം അടച്ച് ആവശ്യതയാവും ആള്. ഓരോ സംഗതിക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ല. അപ്പോൾ പിന്നെ സർക്കാരിന് ഇതെല്ലാം കൈകാര്യം ചെയ്ത് പോകണ്ടേ. അപ്പം എന്തെങ്കിലും ചെറുതായിട്ട് വർദ്ധിപ്പിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ വളരെ പാവങ്ങളെ കഷ്ടപ്പെടുന്നവരെ വെച്ച് നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടൊരു വശത്തുണ്ട്. പക്ഷെ ഇവർക്ക് ചെയ്യാതെ നിവൃത്തിയില്ല. ഇവർ പിടിച്ച് നിൽക്കണമല്ലോ സർക്കാരിന്. മനസ്സിലായ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മനസ്സിലായി. അപ്പം ഇതൊന്നും പറയാത്ത രീതിയിലാണ് ഇപ്പോൾ സംഭവം ഉള്ളത്. പാവങ്ങളെ സംബന്ധിച്ച് വളരെ കഷ്ടപ്പെട്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ഇത് കൂട്ടുന്നത് വലിയ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. പക്ഷെ അതുപോലെ പ്രയാസം സർക്കാരിന് ഇത് കൂട്ടിയില്ലെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ട് അതുമുണ്ട്. സാറ് കാശിന് വൈദ്യുതി വരെ നേതാക്കന്മാർ വിൽക്കണത്. ഇത് പുറത്തേക്ക് വിൽക്കണേ വൈദ്യുതി, അല്ലാതെ സാധാരണക്കാരെ നന്നാക്കാൻ വേണ്ടിയല്ല. ഒരുപാട് കോടിക്കണക്കിന് രൂപ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടാനുണ്ട് അവർക്ക്. അവർ പിരിച്ചെടുക്കാൻ അറിയില്ല. സാധാരണക്കാരെ 50 രൂപ കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ വന്ന് ഫീസ് വരും. ഇത് ചോദിക്കാൻ ഇവിടുന്ന് രാഷ്ട്രീയക്കാരുമില്ല, ആരുമില്ല. സാധാരണക്കാരനെ കഷ്ടപ്പെടുന്നല്ലോ അതേ തൊട്ടുള്ളൂ. ആണ് LDF സർക്കാർ ജനങ്ങളെ നന്നാക്കുക, എല്ലാം ശരിയാക്കും പറഞ്ഞ് ഇതുപോലെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് LDF സർക്കാർ. എങ്ങനെ നമ്മൾ അടയ്ക്കും? ഉപയോഗിച്ചില്ലെങ്കിലും കറണ്ട് ചാർജ് ഇരട്ടിയാണ് വരുന്നത്. പിന്നെ എവിടെയെങ്കിലും AC വേണ്ട, ഉപയോഗിച്ചില്ലെങ്കിലും അതും കൂടെ ചേർത്ത് അവർ ബില്ല് എഴുതും. എനിക്കൊരിക്കൽ അവർ സാധാരണ 4454 രൂപ ബില്ല് എഴുതുന്നിടത്ത് ഒരു വർഷം 2600 രൂപയുടെ ബില്ല് എഴുതി. അങ്ങനെ ഒരിക്കലും വരെ നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന മിതമായ ഉപയോഗമുള്ളൂ. എന്നിട്ട് അങ്ങനെ കൂട്ടിവെച്ചു. എന്നിട്ട് പരാതി ചെന്ന് പറയാൻ വന്നപ്പം മീറ്റർ മാറ്റി വെച്ച് നോക്കാമെന്ന് പറയും. മീറ്റർ ഇവരല്ലേ മാറ്റി വെച്ചെന്ന് പറയും. കാരണം ഒരിക്കലും ഞാനുള്ളപ്പോൾ വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ അങ്കമാലി എങ്ങാണ്ട് കൊണ്ട് പരിശോധിക്കുകയാണ്. ഇവർ കെട്ടിപ്പോയി ചേരുന്ന നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്. ഇവർ നമ്മുടെ മീറ്ററാണ് തരുന്നതെന്നുള്ള എൻ്റെ തെളിവ്. എല്ലാം അറിയാൻ വയ്യാത്ത ഒരു പെൺകുട്ടിയെ വന്നതെന്നാണ് പറയുന്നത്. അവിടെ ആ പ്രദേശത്തുള്ളവർക്കെല്ലാം അന്ന് ഇതുപോലെ വളരെ വളരെ അമിതമായ കറണ്ട് ചാർജാണ് എഴുതിയത്. യാതൊരു മര്യാദയും യാതൊരു നീതീകരണം ഇവരിൽ നിന്ന് കിട്ടുകയില്ല. ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞു അട്ടിമറിക്കുന്ന ആണ് ഇലക്ട്രിസിറ്റി ബോർഡ്. പൈസ കൂട്ടിയതിനെ പ്രതിഷേധിക്കുന്നുണ്ട്. പിന്നെ എന്താ, പൈസ കുറക്കാൻ പറ്റിയ സാഹചര്യത്തിൽ കുറച്ച് കിട്ടുകയാണെങ്കിൽ അത്ര നല്ലത്. ജനങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ക്ലേശങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ പൈസ എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ട് പൈസ കുറച്ച് കിട്ടണമെന്ന് എല്ലാവരും താല്പര്യപ്പെടുന്ന ഒരു ആശംസയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ കൂടി ഞാൻ ഒന്നും പറയാനില്ല. സർക്കാർ ചൂഷണം ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ ജനങ്ങളെ? സർക്കാർ ചൂഷണം ചെയ്യുന്നുണ്ട്. KSEBക്ക് അതിൻ്റേതായ ചിലവുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ വില കൂട്ടിയത്. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാർ KSEBക്കല്ല ഇപ്പോൾ മറ്റേ KSEBയുടെ ചാർജ് കൂടാനുള്ള അവകാശം വേറെ ആൾക്ക് കൊടുത്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചാർജ് കൂടിയതാണ്. ഇത് നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഈ സർക്കാർ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതായിട്ട് ചേട്ടന് തോന്നുന്നുണ്ടോ? അപ്പോൾ കേന്ദ്ര സർക്കാരാണല്ലോ ഇപ്പോൾ ഇത് കൂട്ടിയത്.
KCBയുടെ ചാർജ് ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയത്. അപ്പോൾ ഇത് കുഴപ്പമില്ല, എല്ലാത്തിനും വില കൂടിയല്ലോ. ആൾക്കാർ AC ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉൽപ്പാദനത്തിലുള്ള വ്യത്യാസമുണ്ടല്ലോ, അതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കറണ്ട് ബില്ല്. മറ്റ് സംസ്ഥാനങ്ങളാണെങ്കിലും ഇന്ത്യയിലെ വെളിയിലാണെങ്കിൽ തന്നെ ജനങ്ങളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. അതല്ലെങ്കിൽ ഒരു പരിപാടിയാണ് നമ്മളൊക്കെ കണ്ടുവരുന്നത്. ഏത് വിഷയത്തിലാണെങ്കിലും, വാട്ടർ ബില്ലാണെങ്കിലും കറണ്ട് ബില്ലാണെങ്കിലും. ഇവിടെ എത്രത്തോളം നദികളും അതുപോലെ തന്നെ കറണ്ട് സംഭരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും പ്രയോജനപ്പെടുത്താതെ ഒറ്റ സോഴ്സ് മാത്രം ഉപയോഗപ്പെടുത്തുക. ജനങ്ങളുടെ തലയിൽ എത്രത്തോളം ഈ കാണിക്കുന്ന അഴിമതികളുടെ, ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കുന്ന അഴിമതികളുണ്ട്, അതുപോലെ തന്നെ കറണ്ട് ബില്ല് പിരിക്കാത്ത സംവിധാനങ്ങളുണ്ട് വൻകിടക്കാരുടെ, ഇതെല്ലാം ഈ സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെക്കാന്നുള്ള ഒറ്റ ഇതിൽ മാത്രമാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും സാധാരണക്കാർ തന്നെയാണ് ഇത് വല്ലാതെ അലട്ടുള്ളൂ, ഞങ്ങളെ പോലുള്ള കച്ചവടക്കാരെയും അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകളിലൊക്കെ. ഇതിലിപ്പോൾ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ റീഡിങ്ങിൽ കറണ്ട് പോണവരുടെ വരെ ഈ ചാർജും അതുപോലെ തന്നെ റീഡിങ് ചേഞ്ചിങ് ഉണ്ടല്ലോ, കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ ഡബിളിലേക്ക് പോകണം അടുത്ത സംവിധാനം വന്നു കഴിയുമ്പോൾ. ഇതൊക്കെ വളരെ അക്രമകരമായ ഒരു സംവിധാനം തന്നെയാണ്. മാസത്തിൽ കറണ്ട് ബില്ല് എടുക്കുക എന്നുള്ളതാണ്. ഓരോ മാസവും റീഡിങ് എടുത്തിട്ട് അതിന് ബില്ല് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരട്ടെ. അതൊന്നും ചെയ്യുന്നില്ല. ഈ 2 മാസം വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രതികരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ജനങ്ങൾ പ്രതികരിക്കണം, അതുപോലെ തന്നെ സർക്കാർ ഇതിൽ മാറി ചിന്തിക്കണം. പ്രൈവറ്റ് കമ്പനി ആക്കിയപ്പോൾ തന്നെ ഇതിന്റെ സർക്കാർ കൈവിട്ട് പോയി സംഭവം.